യൂഷ്വലി എൻ്റെ വ്ളോഗ് തുടങ്ങുമ്പോൾ എൻ്റെ ഇൻട്രോ വീഡിയോ ഇങ്ങനെയായിരിക്കും. സോ ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. എൻ്റെ വെഡ്ഡിങ് സാരി പർച്ചേസിന് വേണ്ടിയിട്ട് ഞാനിന്ന് പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മയുണ്ട്, ബ്രദറുണ്ട് ആൻഡ് വിഷ്ണു ഉണ്ട്, വിഷ്ണുവിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് പോകുന്നത് എൻ്റെ വെഡ്ഡിങ് സാരി പർച്ചേസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാലക്കാട് കുത്താമ്പള്ളി പോയിട്ടാണ് സാരി പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ സെറ്റായിട്ടാണ് പോയത്. ലൈറ്റായിട്ടൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും ദൂരം നമ്മൾ വണ്ടിയിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ജേണി ഇതാ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മളൊരു വലിയ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം ഫൈൻഡിങ് മൈ ഓൺ വെഡ്ഡിങ് സാരി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കുറേ റെഫറൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സാരിയുടെ പിക്ക്. അപ്പോൾ അത് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെഡ്ഡിങ് സാരി മാത്രമല്ല, ഇപ്പോൾ മെഹന്തിക്ക് ആയിക്കോട്ടെ, റിസപ്ഷൻ ആയിക്കോട്ടെ, അതിന് ശേഷം നമുക്ക് ഇടേണ്ട സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സ് ആയിക്കോട്ടെ, അതെല്ലാം എടുത്തതൊരു 3-4 ദിവസങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് പോകുന്ന ഷോപ്പുകളിലും നമ്മൾ പോയിട്ട് ജസ്റ്റ് നോക്കി പോകുമായിരുന്നു മെറ്റീരിയൽസ്. നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടാണ് കൂടുതലും സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് ഷോപ്പുള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും സ്റ്റിച്ചിങ് ആണ് എടുത്തത്, ഒന്നും റെൻറ്റിൽ എടുത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം എടുത്തത് ഇതിന് വേണ്ടി. അതൊരു ടിപ്പ് ഫോർ അപ്കമിങ് ബ്രൈഡ്സ്: നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്നതാണ് ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും എൻ്റെ കയ്യിൽ. കാരണം നമ്മൾ നല്ല രീതിയിൽ ടയർഡായി പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നമ്മൾ ടയർഡായി പോകും. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് എൻ്റെ ഡെറിമോൻ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എപ്പോഴും, അത് നിങ്ങളുടെ സ്കിന്നിനും കുറച്ചുകൂടി നല്ല. സോ അങ്ങനെ പറഞ്ഞ് വി ആർ പാസിങ് ത്രൂ കുതിരൻ. അപ്പോൾ ഈ ഒരു റോഡ് ട്രിപ്പ് കംപ്ലീറ്റ് ആവുന്നത് ഈ പാലക്കാടിൻ്റെ ഈ ഒരു തുറങ്കത്തിൽ കൂടെ നമ്മൾ പോകുമ്പോഴായിരിക്കും. പ്യുവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടെൻഷൻസ് ഉണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു. കാരണം നമുക്കിനി വേറൊരു ദിവസം വന്ന് കളയാൻ ഇല്ല നമ്മുടെ കയ്യിൽ. കാരണം നമ്മൾ പോകുന്നത് ഐ തിങ്ക് ഇൻ മെയ് 22 നമ്മൾ പോകുന്നത് സാരി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അടുത്ത മാസം, അതായത് ജൂൺ 21 കല്യാണം, ജൂൺ 22 റിസപ്ഷൻ. അപ്പോൾ കല്യാണത്തിൻ്റെ സമയമാണ്. അപ്പോൾ കറക്റ്റ് ഒരു മാസം മുമ്പാണ് നമ്മൾ വെഡ്ഡിങ് സാരി പർച്ചേസിനായിട്ട് പോകുന്നത്. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് കളയാനില്ല, എല്ലാവരും തിരക്കിലാണ്. സോ അപ്പോൾ ആ ഒരു ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് സാരി കിട്ടണേ എന്നൊരു പ്രാർത്ഥന കൂടിയിട്ടാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനെ നമ്മൾ പാലക്കാട് കുത്താമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. ഞാൻ പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് കുത്താമ്പള്ളി എന്ന് പറയുന്നത് ഒരു കടയാണെന്നാണ്, ഒരു ഷോപ്പാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും കുത്താമ്പള്ളി പോകാം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഷോപ്പാണെന്നാണ്. പക്ഷേ ആക്ച്വലി ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇങ്ങനെ കുത്താമ്പള്ളി. എവിടെ തിരിഞ്ഞാലും ഇതുപോലെ വലിയ ഫ്ലെക്സുകൾ കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക്. ആൻഡ് ഐ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ്. കാരണം നമ്മൾ കുറേ റീൽസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്. പക്ഷെ അത്രയും ഒരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് അത്രയും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാരിയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നമ്മളൊരു ഷോപ്പിനെ ട്രസ്റ്റ് ചെയ്യരുത് ഗൈസ്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചൂസ് വൈസ്ലി, അങ്ങനെ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റ് ആൻഡ് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് ഒരു സാരി നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലാതെ അവിടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സാരി ചൂസ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് എയർ ഹാൻഡ്ലൂംസിലേക്കായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം. കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് വെഡ്ഡിങ് സാരീസും ഗസ്റ്റ് സാരീസും അതുപോലെ തന്നെ ബ്രൈഡ്സ് മെയ്ഡ്സിന് കൊടുക്കാനുള്ള സാരീസും എല്ലാം ഉണ്ട്. നമ്മളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിനനുസരിച്ച് ഒരുപാട് സാരീസ് നമുക്ക് കിട്ടും. സോ നിങ്ങൾ കുത്താമ്പള്ളിക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് എയർ ഹാൻഡ്ലൂംസ് ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം വേറെ ഷോപ്പുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്യും. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ആരും നെഗറ്റീവ് കമൻറ്റ് ഇടാനായിട്ട് നിൽക്കരുത്. കാരണം എനിക്ക് പറ്റിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഗൈസ്, ഞാൻ 3 സാരിയാണ് ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം 3 സാരീസും എൻ്റെ റെഫറൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന 3 സാരീസായിരുന്നു. ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് സാരി ഞാൻ ഉടുത്ത് നോക്കിയത് ഒരു റെഡ് ഷെയ്ഡ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്.
അതുകൊണ്ട് അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. ഞാൻ ഫൈനലി ചൂസ് ചെയ്തത് ഒരു പിങ്ക് ഷെയ്ഡ് കോൺട്രാസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏത് വേണം എന്നൊരു കൺഫ്യൂഷനായിപ്പോയി. ആൻഡ് ഫൈനലി നമ്മളെല്ലാം ഉടുത്തു നോക്കിയിട്ട് പതുക്കെ തീരുമാനിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്. ഈ സാരിയാണ് എൻ്റെ കൺഫേം ചെയ്തിട്ടുള്ള എൻ്റെ വെഡ്ഡിങ് സാരി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല വീഡിയോയിൽ എത്രത്തോളം. ഒരു പിങ്ക് ഷെയ്ഡ് ഇതിനകത്ത് കൂടുതൽ വരുന്നുണ്ട്. ആദ്യം എടുത്ത സാരിയിൽ ഒരു റെഡ് ഷെയ്ഡാണ് കൂടുതൽ കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡേഴ്സ് ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സാരി തന്നെയായിരുന്നു. പക്ഷേ ഇവരിത് ഉടുപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയ ചെറിയ ഡിഫറൻസസ് ഒന്നും നമുക്കങ്ങനെ അധികം മനസ്സിലാവില്ല. സോ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് സാരിയാണ് കൂടുതലും മാച്ചാണ്. എനിക്ക് ഫസ്റ്റ് എടുത്ത സാരിയും സെക്കൻഡ് എടുത്ത സാരിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിനകത്ത് ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു ഞാൻ. കാരണം എൻ്റെ അമ്മയുടെ ഒരു മുഖം ഒരു സ്മൈൽ കണ്ടാൽ മാത്രമാണ് ഞാനൊരു കാര്യം ചൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് അമ്മ പറഞ്ഞു ഒരെണ്ണം കൂടി നമുക്ക് ഉടുത്ത് നോക്കാം എന്നിട്ട് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് സാരിയാണ് ഞാനിപ്പോൾ ഉടുത്ത് നോക്കുന്നത്. അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ സാരി കാണാൻ ഭയങ്കര ലാസ്റ്റ് ഞാൻ ആ പിങ്ക് ഷെയ്ഡ് വരുന്ന സാരി തന്നെയാണ് ചൂസ് ചെയ്തത്. ആൻഡ് ഓൾസോ ഞാൻ കുറച്ച് പിക്സ് കൂടി ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം. ഞാൻ ആ വെഡ്ഡിങ് ലുക്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇതാണ് എൻ്റെ പിക്സ്. ഭയങ്കര ക്ലാസി ആൻഡ് എലഗൻ്റ് ഒരു സാരി ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരുപാട് കോംപ്ലിമെൻറ്റ്സും കിട്ടി. ആൻഡ് ഈ ഫസ്റ്റ് റാക്കിലിരിക്കുന്ന സാരി നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഞാൻ സേവ് ദ ഡേറ്റിന് കൊടുത്ത സാരി. ഇത് ഞാൻ എയർ ഹാൻഡ്ലൂംസിൽ നിന്ന് എടുത്താണ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ പോയത് എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്കാണ്. എൻ്റെ കസിൻസിൻ്റെ പിള്ളേരെയും എല്ലാവരെയും കണ്ടിട്ടാണ് നമ്മൾ പാലക്കാട് നിന്ന് മടങ്ങിയത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സാരി ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എത്ര രൂപയായി സാരി എടുത്തിട്ടെന്നുള്ള കാര്യം. 17,500 rupees സാരി എടുത്തിട്ടായത്. അപ്പോൾ ഇനി ആരും കമൻറ്റിൽ വന്ന് ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.